ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ചെറിയ വൈകുന്നേരമാണ്. വൈകുന്നേരം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാട്ടോ നിങ്ങളെ കാണിക്കുന്നത്. വൈകിട്ടൊരു ചായ ഇട്ട് കുടിച്ചു കേട്ടോ. വൈകുന്നേരം ചായ കുടിക്കുന്നത് മസ്റ്റാണ്. രാവിലെ വൈകുന്നേരം ഞാൻ ചായ കുടിക്കും കേട്ടോ. പിന്നെ 4 മണിക്ക് കഴിക്കാനായിട്ട് പൂരിയും കടലക്കറിയും കേട്ടോ. പൂരി ഞാൻ ഉണ്ടാക്കുന്നുണ്ടേ. അത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാട്ടോ പാക്കറ്റായിട്ട്. ഇവിടെ അങ്ങനെ അധികം പൂരി ഉണ്ടാക്കാറില്ല കേട്ടോ. ചപ്പാത്തിയാണ് കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്കാണ് കടലക്കറി ഉണ്ടാക്കുന്നത്. പിന്നെ ഇന്ന് എന്തോ ഒരു യൂട്യൂബ് നോക്കിയപ്പോൾ ഒരു വീഡിയോ കണ്ടു കേട്ടോ. അപ്പം പൂരിയും കടലക്കറിയും ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പോൾ നമുക്കും പൂരിയും കടലക്കറിയും ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചാണ് പൂരിയും കടലക്കറിയും ഉണ്ടാക്കുന്നത് കേട്ടോ. പാക്കറ്റ് പൂരിയും പാക്കറ്റ് ചപ്പാത്തിയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ആ വീഡിയോ കണ്ടപ്പോൾ പൂരി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പൊതുവെ ഇവിടെ പൂരിക്ക് കിഴങ്ങ് കറിയാണ് നമ്മൾ വെക്കാറ്. പിന്നെ വീഡിയോ കണ്ടതിൽ വീഡിയോക്കകത്ത് കടലക്കറി കേട്ടോ. അപ്പോൾ അങ്ങനെ കടലക്കറി പൂരി ആക്കാമെന്ന് വിചാരിച്ചേ. ഇതാ ഫസ്റ്റ് ടൈം ആട്ടോ കടലക്കറിയും പൂരിയും തമ്മിൽ കഴിക്കുന്നത്. പൂരിയൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാശിക്ക് പൂരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കാശി ഇടയിൽ പൂരി കഴിക്കുന്നുണ്ട് കേട്ടോ. അവന് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. കറിയൊന്നുമില്ലാതെ ചുമ്മാതെ കേട്ടോ കഴിക്കുന്നത്. നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുമല്ലോ, നല്ല കറുമുറയായിട്ട്. അപ്പോൾ അവൻ ആ കറുമുറ സൗണ്ട് കേട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ അവൻ കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൂരി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് കടലക്കറിയിലേക്കാണ് പോയത്, കടലക്കറി ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ കടലക്കറി ഇവിടെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പൂരി കഴിച്ചു കേട്ടോ. എല്ലാവരും ചേർന്ന് ഒരുമിച്ചിരുന്ന് കഴിച്ചേ. വിചാരിച്ച പോലെ അല്ല കേട്ടോ, പൂരിയും കടലക്കറിയും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ്. പൂരിയും കിഴങ്ങറിയും മാത്രമല്ല, പൂരിയും കടലക്കറിയും നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നേ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ചൂടോടുകൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെ. കിച്ചണിലേക്ക് പരിപാടി കഴിഞ്ഞ് എനിക്ക് പുറത്തോടെ നടക്കുന്നൊരു സ്വഭാവമുണ്ട് കേട്ടോ. നമ്മുടെ ചെടികളും പൂക്കളും എല്ലാം നോക്കി, എനിക്ക് മാത്രമല്ല കേട്ടോ, കാശിക്കും അമ്മയ്ക്കും എല്ലാവർക്കും ഉണ്ടേ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പോകുന്നത് പൂച്ചെടിയുടെ അടുത്തേക്കാണേ. ഇപ്പം മഴ ആയതുകൊണ്ട് നനയ്ക്കണ്ടല്ലോ. നേരത്തെ ഭയങ്കര ചൂടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ രാവിലെയും വൈകിട്ടും എല്ലാം നനച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. നമുക്കൊരുപാട് പൂച്ചെടികളുണ്ടായിരുന്നേ. വീണ്ടും കുറച്ച് പണി നടക്കുന്നത് കൊണ്ട് അതൊക്കെ പോയായിരുന്നു കേട്ടോ. പിന്നെയും നമ്മൾ മേടിച്ചു കേട്ടോ, നഴ്സറിയിൽ നിന്ന് മേടിച്ചായിരുന്നേ. അങ്ങനെ കുറേ ബൊഗെയിൻവില്ല ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഉള്ള പൂച്ചെടികൾ തന്നെയാണ് നമുക്കുള്ളത്. ഇത് സ്ഥിരം പരിപാടി കേട്ടോ. നമ്മൾ വൈകുന്നേരം ഇങ്ങനെ പൂച്ചെടിയുടെ അടുത്തും മുറ്റത്തോടെയൊക്കെ ചുമ്മാ നടക്കും കേട്ടോ. ഒരു രസമല്ലേ കാണാനൊക്കെ. മഴയാണെങ്കിൽ ഈ നടക്കലൊന്നും പറ്റില്ല കേട്ടോ. മഴയില്ലായിരുന്നേ. മഴയില്ലാത്തപ്പോൾ നമ്മൾ പുറത്തോട്ടൊക്കെ പോകാറുണ്ട് കേട്ടോ. ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ പൂച്ചെടികളൊക്കെ നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വെള്ളം കൊടുത്താലല്ലേ ഉള്ളൂ. പോയ പൂച്ചെടികളൊക്കെ ഈ മഴ വന്ന് ഇതായതിന് ശേഷം ഒത്തിരി വളർന്നു വലുതായിട്ടുണ്ട് കേട്ടോ. ചിലതൊക്കെ നമ്മൾ വെട്ടിവിട്ടിട്ടുമുണ്ടേ. മഴക്കാലത്താണല്ലോ നമ്മൾ വെട്ടിവിടുന്നത്. ചെത്തിയൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചെത്തി പിന്നെ വേനൽക്കാലത്താണല്ലോ ഉണ്ടാകുന്നത്. ഇനി മഴയാകുമ്പോഴത്തേക്കും ചെത്തിയൊക്കെ പോകുമല്ലോ. പിന്നെ ഓണമാകുമ്പോഴത്തേക്കും പൂക്കളൊന്നും കാണില്ല കേട്ടോ. ചെമ്പരത്തിയൊക്കെ കാണുള്ളേ. പിന്നെ നമുക്കുള്ളത് കൂടുതലും ഉള്ളത് ഇലച്ചെടികളൊക്കെ കേട്ടോ. പൂക്കളൊക്കെ വളരെ കുറവാണ്. പിന്നെ റംബൂട്ടാൻ്റെ ഒക്കെ എടുത്തു പോയി. റംബൂട്ടാനൊക്കെ കുറച്ചൊക്കെ പഴുത്തിട്ടുണ്ടേ. കുറച്ചൊക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ. പറമ്പിലുള്ള കുറച്ച് റംബൂട്ടാൻ പഴുത്തതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടേ. പിന്നെ നമ്മുടെ ചാമ്പങ്ങയൊക്കെ തീരാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ പപ്പായയുടെ അടുത്തൊക്കെ പോയേ. പപ്പായയൊക്കെ കുറച്ച് പഴുത്തൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നോക്കി പറിക്കാറായോ എന്നൊക്കെ നോക്കിയിട്ടോ. നമുക്കൊത്തിരി വെറൈറ്റി കപ്പളമുണ്ടേ. റെഡ് ലേഡി എന്ന് പറഞ്ഞ കപ്പളങ്ങയുണ്ട്. പിന്നെ സാധാ കപ്പളമൊക്കെ നമുക്കുണ്ട് കേട്ടോ. ഈ റെഡ് ലേഡി എന്ന് പറഞ്ഞ കപ്പളങ്ങ നല്ല മധുരമുള്ള കപ്പളങ്ങ കേട്ടോ. അതാണ് എല്ലാവർക്കും കൂടുതലിഷ്ടം. കാശിയുടെ ഇതിൽ ഓടി പഞ്ഞ് നടപ്പുണ്ട് കേട്ടോ. അവനാണെങ്കിൽ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ നടക്കുന്ന കേട്ടോ. മഴയാണെങ്കിലും അവൻ ചെടിക്ക് വെള്ളം ഒഴിക്കും കേട്ടോ. ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന ഒരു സാധനം അവൻ്റെ കയ്യിലുണ്ടേ. ഒരു ചെറിയൊരു കളിപ്പാട്ടം പോലത്തെ സാധനം. അപ്പം കാശി മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഡെയിലി വൈകുന്നേരം ചെടിക്ക് വെള്ളം ഒഴിക്കും കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ അടുത്തേക്കൊക്കെ പോയിട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വലിയ പേരയിൽ ഒരു പേരയ്ക്ക പഴുത്ത് കിടപ്പുണ്ടേ. ആ പേരയ്ക്കപ്പഴം ഞാൻ പറിച്ചെടുത്തു കേട്ടോ. ഇവിടെ എല്ലാവർക്കും പേരയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ നമ്മുടെ മുന്തിരിപ്പേരയിലേക്ക് കേട്ടോ പോയത്. ഒത്തിരി മുന്തിരിപ്പേര കൊലയായിട്ടുണ്ടായി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് പഴുത്തതുണ്ട്, പിന്നെ പഴുക്കാത്തതുണ്ട്, കുറേശ്ശെ ഉണ്ടായി വരുന്നുണ്ട്, മൊട്ടായിട്ടുള്ളതുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ 2-3 പഴുത്ത പേരയ്ക്ക പറിച്ചെടുത്തിട്ടുണ്ടേ. എല്ലാവർക്കും ഇഷ്ടം കേട്ടോ ഈ പേരയ്ക്ക കഴിക്കാനായിട്ട്. ഒരു ചെറിയൊരു മധുരവും ചെറിയൊരു പുളിപ്പും കൂടെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. 3-4 കേട്ടോ പറിച്ചെടുത്തുള്ളൂ. എൻ്റെ കയ്യിൽ ഒതുങ്ങാവുന്ന അത്ര ഞാൻ പറിച്ചെടുത്തു കേട്ടോ. ഇത്രയാണ് പറിച്ചെടുത്തിട്ടുള്ളത്. ഇത് കുറച്ചൊക്കെ നിലത്തേടി പോകും കേട്ടോ. ആർക്കും അങ്ങനെ വേണ്ടേ. കാശിക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ കാശി പറഞ്ഞു കേട്ടോ അവന് വേണ്ടാന്ന്. അവനും എൻ്റെ കൂടെ തന്നെ ഉണ്ടേ. ഇപ്പം ഞാൻ ഈ പേരയുടെ അടുത്തൊന്നും വരാറില്ല കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ പേരയുടെ ആ ഭാഗത്ത് മൊത്തം പുല്ല് പിടിച്ച് കിടക്കും കേട്ടോ. അതുകൊണ്ട് ഞാനങ്ങനെ വരാറില്ല കേട്ടോ. പിന്നെ ഇന്ന് ജസ്റ്റ് വന്നതാണേ. അപ്പോൾ കുറച്ച് പേരയ്ക്കൊക്കെ പറിച്ചെടുത്തു കേട്ടോ. പിന്നെ കുറച്ച് വഴുതനങ്ങയും വെണ്ടയ്ക്കയും ചേനയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടെ ഞാൻ പോകുന്നുണ്ടേ.
കാശി എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാശിക്ക് ഞാൻ അതിനെയൊക്കെ പേരൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ. അത് അവൻ്റെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ അതൊക്കെ പഠിക്കാനൊക്കെ, ബ്രിഞ്ചാളൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ പേരും എല്ലാം പറഞ്ഞ് അവന് കൊടുക്കുന്നുണ്ടേ. വഴുതനങ്ങയും വെണ്ടയ്ക്കയും ഉണ്ടായി വരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ ചേന പറിക്കാറായിട്ടുണ്ടേ. ചേന വളർന്ന് വലുതായിട്ടുണ്ട് കേട്ടോ. താമസിയാതെ അത് പറിച്ചെടുക്കും കേട്ടോ. പിന്നെ കുറച്ച് വേലിച്ചീരയും സുന്ദരി ചീര എന്ന് പറഞ്ഞ ചീരയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാശിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കാണുന്ന കേട്ടോ സുന്ദരി ചീര. പിന്നെ നമ്മുടെ കിളി വന്ന് കൂടുകൂട്ടി മുട്ടയിട്ടത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അത് ഒരു മുട്ടയായിരുന്നു കേട്ടോ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും 2 മുട്ടയും കൂടെ ഇട്ടേ. ഇപ്പോൾ 3 മുട്ടയായി കേട്ടോ. ഞാൻ ആ മുട്ടയുടെ അടുത്തേക്ക് കൂടിൻ്റെ അടുത്തേക്ക് മുട്ട കാണാൻ ചെന്നപ്പോഴത്തേക്കും എന്തായി, നമ്മുടെ കിളി വന്ന് അവിടെ സെക്യൂരിറ്റി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും അതിൻ്റെ അടുത്തേക്ക് പോയാൽ ആ കിളി കൊത്തുവേ. കിളിയില്ലാത്ത സമയത്ത് പോയാലും കിളിക്കുഞ്ഞുണ്ടായോ എന്ന് നോക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ. കിളിയില്ലാത്ത സമയത്ത് കൂടിൻ്റെ അടുത്തേക്ക് പോയാലും എവിടുന്നെങ്കിലും ആ കിളി പറന്ന് നമ്മുടെ അടുത്തേക്ക് വരും കേട്ടോ. അത്രയ്ക്ക് കെയറിങ് ആണ് കിളിക്ക്. അങ്ങനെ കിളി തീറ്റ തേടി പോയതായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നമ്മളെ കണ്ടപ്പം കിളിയുടെ മുട്ടയ്ക്ക് പിന്നെ അടയിരുന്നു കേട്ടോ. കാശിൻ്റെ അവിടെ ചാടി ചാടി നോക്കുന്നുണ്ട് കേട്ടോ. കിളിയുടെ മുട്ട കാണാനാണ്. പക്ഷെ അവൻ കൂടിൻ്റെ അടുത്തേക്കൊന്നും പോകില്ല കേട്ടോ. കുത്തുന്ന കാര്യം അവൻ അറിയാവേ, അതുകൊണ്ടാണ് കേട്ടോ. കിളിക്ക് ഹായ് ഒക്കെ കൊടുക്കുന്നുണ്ടേ. ഹായ് കിളി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും വിളക്ക് വയ്ക്കുന്ന സമയമായിട്ടുണ്ടായിരുന്നേ. പിന്നെ കുളിച്ച് ഓടിപ്പോയി വിളക്ക് വെച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു വൈകുന്നേരം ഇത്രയേ ഉള്ളേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബായ്.